ടെസ്റ്റ് നടത്തി ഡ്രൈവിംഗ് ലൈസൻസ് യഥാസമയം ലഭ്യമാക്കുന്നതിലെ കാലതാമസം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. കരുതലും കൈത്താങ്ങും അദാലത്ത്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി MV സുരേഷ് നൽകിയ പരാതിയിലാണ് അസിസ്റ്റന്റ് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഗുരുവായൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിൽ 7000-ഓളം ലേണേഴ്സിന് ലൈസൻസ് അപേക്ഷകൾ ടെസ്റ്റിനുള്ള തീയതി സ്ലോട്ട് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിദേശത്ത് പോകേണ്ടവരും ഉപരിപഠനത്തിന് പോകേണ്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമായെങ്കിലും സബ്-RT ഓഫീസ് യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. തലപ്പിള്ളി താലൂക്കിൽ നിന്ന് 29 വില്ലേജുകൾ കുന്നംകുളം താലൂക്കിൽ ഉൾപ്പെടുത്തിയതിനാൽ ഗുരുവായൂർ RT ഓഫീസിൽ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതാണ് അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പ്രധാന കാരണമെന്ന് സുരേഷ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സ്വീകരിക്കുന്നതിലെ അലംഭാവം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും സർക്കാരിനെ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നതിനാൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കിത്തരണമെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. അദാലത്തിൽ പങ്കെടുത്ത മോട്ടോർ വാഹന വകുപ്പിലെ സീനിയർ ക്ലർക്ക് ബിന്ദുവിനാണ് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ അസിസ്റ്റന്റ് കളക്ടർ നിർദ്ദേശം നൽകിയത്. നമ്മുടെ താലൂക്ക് അദാലത്തിൽ വന്ന് നമ്മൾ ഉദ്യോഗസ്ഥരെ കണ്ട് നമ്മുടെ അദാലത്തിൽ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അത് ജോയിന്റ് RTOയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വിവരം ധരിപ്പിച്ച് അതിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരപരിപാടിയിൽ നിന്ന് പിന്നോട്ട് വരുന്നത്. ഇല്ലാച്ചെങ്കിൽ കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും.